പത്തരമാറ്റിൻ്റെ ഒരു പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശിൻ്റെ മുറിയിൽ നിന്ന് നയനനെ ആ ഇരുന്ന കിടപ്പിൽ തന്നെ നമ്മുടെ ദേവയാനി അടിച്ചോടിക്കുന്നു ചെയ്യുന്നത്. ദേവയാനി അത്രയ്ക്കും ക്രൂരത കാണിച്ചത് കൊണ്ട് തന്നെ നയന നെഞ്ചി പൊട്ടി വിഷമത്തോടെയും അപമാനത്തോടെയാണ് ശരിക്കും അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ആ ദേഷ്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആദർശിനുണ്ടായിരുന്നു. അമ്മനെ ശപിക്കുന്ന പോലെ തലയ്ക്ക് കൈ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് ഇതൊക്കെ വിളിച്ചു പറഞ്ഞത് എന്തായാലും അല്ലാണ്ട് വേറെ ആരും അവിടെ ചെയ്യാനില്ല, മുത്തശ്ശി മാത്രമല്ലേ ഉള്ളൂ എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആ പാവങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ. രണ്ടാളും രണ്ട് മുറിയിലേക്ക് തന്നെ പോവുക. അതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ദേവയാനിക്ക് ശരിക്കും ദൈവം ഒരു പണി കൊടുക്കുന്നത്. കഠിനമായ വയറുവേദന കൊണ്ട് പുളഞ്ഞ ദേവയാനിനെ വീണ്ടും ICUവിലാക്കുന്നുണ്ട്. ഇതറിഞ്ഞ് വീണ്ടും ആദർശിനോട് പറയണ്ടെന്ന് പറഞ്ഞെങ്കിലും ആദർശ് സത്യങ്ങളൊക്കെ അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. ആദർശിൻ്റെ കൂടെ നമ്മുടെ നയനയും പോകുന്നുണ്ട്. നയന ചെന്നപ്പോൾ നയനനെ ഒരുപാട് ഇങ്ങനെ കുത്തി നോവിക്കാനൊക്കെ ജലജയും ജാനകിയും കൂടെ മുന്നിലായിരുന്നു. അവൾ മാലിട്ട സ്വാമിയുടെ മുറിയിൽ അവൾ കയറി കിടന്ന് അങ്ങനെയാണ് അതിന് ഏട്ടത്തിക്ക് ദേഷ്യം കൂടിയത്, പ്രഷർ കൂടിയതും ഏട്ടത്തിക്ക് വയ്യാണ്ടായതും. നീ ചെയ്ത ശിക്ഷയാണ് ഏട്ടത്തി അനുഭവിക്കുന്നത്, പാലിൽ വിഷം കൊടുത്തത് പോരാഞ്ഞിട്ട് ഇപ്പം ഏട്ടത്തിനെ ICUവിലാക്കിയിട്ട് അവൾ വന്നേക്കണ് എന്നൊക്കെ പറഞ്ഞ് ജാനകിയും ജലജയും കൂടെ നമ്മുടെ നയനനെ കുറ്റം പറയുന്നുണ്ട്. ആദർശ് അതിനൊക്കെ അവർക്ക് അപ്പച്ചിക്കും അതുപോലെ തന്നെ ആൻറ്റിക്കൊക്കെ നല്ല മറുപടി, കടുത്ത മറുപടി തന്നെയാണ് ആദർശ് കൊടുക്കുന്നത്. ഇത്രയും നാളും ആദർശ് കേട്ടുന്ന പോലെ ഒന്നും തന്നെ ആദർശ് കേട്ട് നിൽക്കുന്നില്ല. നയനനെ പറയുന്നതിന് ഇരട്ടിയായിട്ട് ആദർശ് മറുപടി കൊടുത്തിരുന്നു. പിന്നീട് സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നു. സ്കാനിങ് റിസൾട്ട് വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും വളരെ വിഷമിപ്പിക്കുന്നതായിരുന്നു. കാരണം ലിവർ കംപ്ലൈൻ്റ് ആയിരുന്നു. ലിവർ എന്തായാലും കംപ്ലൈൻറ്റ് കരൾ ഇങ്ങനെ മുറിച്ച് മാറ്റേണ്ട അവസ്ഥ, അതായത് ഇങ്ങനെ ദ്രവിച്ച് പോയി ആ മാതിരിയുള്ള വിഷമാണ് ഉള്ളിൽ ചെന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ ദേവയാനി അപകടത്തിൽ പെടും, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറ്റി വയ്ക്കണം. അങ്ങനെ ഒരു ശസ്ത്രക്രിയ തന്നെ ചെയ്യണം. അപ്പോൾ അതിന് മാച്ചായ ഒരാളുടെ ഇതുപോലെ പാർട്സ് കിട്ടണം. അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ ഒരു കരൾ കൊടുക്കാൻ തയ്യാറായ ഒരാളെ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടാവും ആദർശും അതുപോലെ തന്നെ അച്ഛനും. എന്തായാലും നയനരെ ബ്ലഡ് ഗ്രൂപ്പും ദേവയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നാണെങ്കിലും നയനനോട് അത് കൊടുക്കാൻ അവരൊരിക്കലും ആവശ്യപ്പെടില്ല. അത് അച്ഛനും മോനും കഴിയില്ല ഒരിക്കലും. അത്രയ്ക്കും പാവമായിരുന്ന നയനൻ്റെ ബ്ലഡ് തന്നെ അവൾ കൊടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് ചിന്തിക്കില്ല. പക്ഷേ ഇവരുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് നമ്മുടെ നയന തന്നെ അങ്ങോട്ട് ആവശ്യപ്പെടുന്നു, ഞാൻ എൻ്റെ കൊടുക്കാം, എൻ്റെ കരൾ കൊടുക്കാം ആദർശേട്ടാന്ന് പറഞ്ഞപ്പോൾ നീ വേണ്ട അതൊന്നും ഒരിക്കലും ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ കരൾ കൊടുത്താലും ഒരാൾക്കും ഒന്നും സംഭവിക്കില്ല, അത് പഴയതുപോലെ തന്നെ വളർന്നു വരും, അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ട, എനിക്ക് സമ്മതമാണ്, കരളല്ല അമ്മയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും ഞാൻ തയ്യാറാണ് അച്ഛാ, എന്നെ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നയനനെ എല്ലാവരും കൂടെ സമ്മതിപ്പിച്ച് ഡോക്ടറും കൂടി പറഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നയനനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ദേവയാനിനെയും ഒപ്പം കയറ്റും. എന്നിട്ട് നമ്മുടെ നയനരെ കരൾ മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവയാനിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നയനനെ നമ്മുടെ നന്ദുവും അതുപോലെ തന്നെ കനകയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകണത്, അനന്തപുരിയിലേക്കല്ല കൊണ്ടുപോകണത്, റെസ്റ്റൊക്കെ എടുക്കേണ്ടത്. കാരണം എന്തായാലും നമ്മുടെ ആദർശിന് ഭയങ്കര വിഷമാവുന്നുണ്ട് നയനനെ കീറി മുറിച്ചതിൽ, അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അത് ഇത്രയും വെറുപ്പുള്ള ഒരാൾക്ക് വേണ്ടി നയനത് കൊടുത്തതിൽ ആദർശിൻ്റെ മനസ്സിൽ നയനോടുള്ള സ്നേഹം കൂടുകയാണ് ചെയ്തത്. ഒട്ടും തന്നെ കുറവുണ്ടായിരുന്നില്ല ആദർശിന്. പത്തരമാറ്റ് സ്നേഹം എന്ന് പറഞ്ഞാൽ അതുപോലെയായിരുന്നു ആദർശിന് നയനോട്. ദേവയാനി രക്ഷപ്പെട്ട് വന്നിട്ടും ദേവയാനി നയനനെ കുത്തി നോവിപ്പിക്കുന്ന രീതിയിൽ വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ജയൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ജയൻ തന്നെ പറയുന്നുണ്ട്. ജയൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ദേവയാനിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. അത്രയും നാൾ അനാമികനെ മരുമോളായി കണ്ട ദേവയാനി കുറ്റബോധം കൊണ്ട് നമ്മുടെ നയനനോട് മനസ്സുകൊണ്ട് മാപ്പ് ചോദിക്കുന്ന ഒരു ഭാഗം കൂടി ഈ പത്തരമാറ്റിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.